വെൽക്കം ടു ഡയറക്ഷൻ ഇ ലേണിംഗ്. ജോഗ്രഫിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ ജോഗ്രഫി, ബേസിക് ആയിട്ടുള്ള കേരള ഫാക്ട്സും കേരള ഫിസിയോഗ്രഫി, അതേപോലെ തന്നെ കേരളത്തിലെ ഡിസ്ട്രിക്ട്സ്. കേരളത്തിന് ഒരുപാട് ബഹുമതികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് എന്ന് പറയപ്പെടുന്ന കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ലിറ്ററസി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് ഇവിടെ പരിശോധിക്കാം. കേരളത്തിന്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ സെൻസസ് എന്ന് പറയുമ്പോൾ 2011 സെൻസസ് പ്രകാരം 93.91%. ലിറ്ററസി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന എല്ലാ വാല്യൂസും, അതായത് ഈ ഒരു 93.91% വരുന്ന എല്ലാ ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ നിങ്ങൾ പഠിക്കണം, ചോദിക്കാറുണ്ട്. അപ്പൊ കേരളത്തിന്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുമ്പോൾ 93.91%. അതിൽ തന്നെ രണ്ടായിട്ട് നമ്മൾ പഠിക്കണം. മെയിൽ ലിറ്ററസിയും പഠിക്കണം, ഫീമെയിൽ ലിറ്ററസിയും പഠിക്കണം. മെയിൽ ലിറ്ററസി ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള ഉത്തരമാണ് 96.11%. ഫീമെയിൽ ആണെങ്കിൽ ഇറ്റ് ഇസ് 92.07%. അപ്പൊ 3 വാല്യൂസും ചോദിച്ചിട്ടുണ്ട്. കേരള ലിറ്ററസി റേറ്റ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ 93.91, മെയിൽ ആണെങ്കിൽ 96.11, ഫീമെയിൽ ആണെങ്കിലോ 92.07% ആണ് ലിറ്ററസി റേറ്റ്. ഏറ്റവും കൂടുതൽ ഹൈ ലിറ്ററസി റേറ്റ് ഉള്ള നമ്മുടെ കേരളത്തിലെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? പത്തനംതിട്ടയാണ്. അതേപോലെ ഏറ്റവും ലിറ്ററസി വളരെ കുറവായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം എന്താണ്? പാലക്കാടാണ്. ഹൈ ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് പത്തനംതിട്ടയും ലോ ലിറ്ററസി വരുന്നത് പാലക്കാടുമാണ്. പിന്നെ ഹൈ ലിറ്ററസി വില്ലേജ്, കേരളത്തിലെ വില്ലേജുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള വില്ലേജ് ഏതാണ്? നെടുമുടി വില്ലേജ് ആണ്. നെടുമുടി വില്ലേജ് എന്ന് പറയുന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ് കേരളത്തിലെ ലിറ്ററസി കണക്കിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം അല്ലെങ്കിൽ വില്ലേജ് എന്ന് പറയുന്നത്. അതേപോലെ മുനിസിപ്പാലിറ്റിയും, ലിറ്ററസിയുടെ കേസിൽ തന്നെ മുനിസിപ്പാലിറ്റിയും എവിടെയാണ്? ചെങ്ങന്നൂരാണ്. പിന്നെ 100% ലിറ്ററസി പഞ്ചായത്ത് കരിവള്ളൂർ. ചെങ്ങന്നൂർ നമുക്ക് ആലപ്പുഴ തന്നെയാണ്. 100% ലിറ്ററസി പഞ്ചായത്ത് വരുന്ന കരിവള്ളൂർ എവിടെയാണ്? കണ്ണൂരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ലിറ്ററസി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ലിറ്ററസിയുടെ വാല്യൂസ്, പെർസെന്റേജ് വാല്യൂസ് പഠിക്കുക, കൂടുതൽ കുറവ് എവിടെയെന്ന് പഠിക്കുക. പിന്നെ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞ കുറച്ച് വില്ലേജ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇതെല്ലാം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ കൃത്യമായിട്ട് എഴുതി വെച്ച് നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പോപ്പുലേഷനെ കുറിച്ചാണ്. കേരളവുമായി ബന്ധപ്പെട്ട് പോപ്പുലേഷന്റെ ഭാഗത്തു നിന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജില്ല, ഹയസ്റ്റ് പോപ്പുലേഷൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഡിസ്ട്രിക്ട് കേരളത്തിലെ മലപ്പുറമാണ്. കുറവ് എവിടെയാണ്? കുറവെന്ന് പറയുന്നത് വയനാട് ജില്ലയാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 860 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ആ ഒരു പോപ്പുലേഷൻ, അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയോട് ഉദ്ദേശിക്കുന്നത്. 860 പേരാണ്, അല്ലെങ്കിൽ 860 സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് തന്നെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഏറ്റവും കുറവെന്ന് പറയുന്നത് ഇടുക്കിയാണ്. അപ്പൊ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് നിങ്ങൾ മലയാളത്തിലാണ് നിങ്ങളോട് ചോദിക്കുന്നെങ്കിൽ ചോദിക്കുക എന്താണ്? ജനസാന്ദ്രത എന്നാണ് ചോദിക്കുക. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണെന്നാണ് ചോദിക്കുക. അതിനുള്ള ഉത്തരം തിരുവനന്തപുരവും. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. അപ്പൊ ഡെൻസിറ്റിയുടെ വാല്യൂ എത്ര? ജനസാന്ദ്രത എത്രയാണ്? 860 സ്ക്വയർ കിലോമീറ്ററും. കൂടുതൽ പോപ്പുലേഷൻ മലപ്പുറത്തും കുറവ് പോപ്പുലേഷൻ വയനാട്ടിലുമാണ്. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, അതായത് ഇതിന്റെ വളർച്ചാ നിരക്ക്. നമ്മുടെ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് കൂടുതൽ പെട്ടെന്ന് വളരുന്നത് ഏതാണ്? മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള മലപ്പുറം ജില്ലയിലെ തന്നെയാണ് പോപ്പുലേഷന്റെ ഗ്രോത്ത് കൂടുതലായിട്ട് വരുന്നത്. അതേപോലെ കുറച്ച് പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ് വളരെ കുറവുള്ള സ്ഥലം ഏതാണ്? പത്തനംതിട്ടയാണ്. പത്തനംതിട്ട കുറവെന്ന് പറയുമ്പോൾ വളരെ കുറവാണ്, 0യും നെഗറ്റീവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഗ്രോത്ത് പത്തനംതിട്ടയാണ്. ഇപ്പൊ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ജില്ലകൾ പഠിക്കുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം, ഹയസ്റ്റ് പോപ്പുലേഷനും പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കൂടുതലും രണ്ടും മലപ്പുറത്താണ്. എന്നാൽ ലോവസ്റ്റ് പോപ്പുലേഷൻ വയനാടാണെങ്കിൽ ലോവസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. അതും വയനാട് കയറി നിങ്ങൾ മാർക്ക് ചെയ്യരുത്, അത് ശ്രദ്ധിക്കുക, പത്തനംതിട്ടയാണ്. ഇനി നമ്മൾ നോക്കുന്നത് സെക്സ് റേഷ്യോ ആണ്. കേരളത്തിന്റെ സെക്സ് റേഷ്യോ 1084:1000 ആണ് കേരളത്തിന്റെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അത് ഫീമെയിൽ ആണ് ഫസ്റ്റ് വരിക. 1084:1000 മെയില്. ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ളത് എവിടെയാണ്? കണ്ണൂരാണ്.
ഏറ്റവും കുറവ് സെക്സ് റേഷ്യോ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളാസ് പൊസിഷൻ, അതായത് ഫസ്റ്റ് പൊസിഷൻ, നമ്മൾ ലിറ്ററസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലിറ്ററസിയിലും കേരളം മുന്നിലാണ്. അതേപോലെ തന്നെ സെക്സ് റേഷ്യോയുടെ കാര്യത്തിലും എന്താണ് സ്ത്രീ പുരുഷ അനുപാതം, മലയാളത്തിലാണെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ കേസിലും കേരളം എവിടെ തന്നെയാണ്? ഏറ്റവും മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ SC പോപ്പുലേഷൻ നമ്മൾ അടുത്ത് നോക്കുന്നത്, ഏറ്റവും കൂടുതൽ SC പോപ്പുലേഷൻ എവിടെയാണ്, ഏറ്റവും കുറവ് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. SC എന്ന് പറയുമ്പോൾ എന്താണ്? പട്ടികജാതി. മലയാളത്തിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ പാലക്കാടും. പട്ടികജാതി വിഭാഗത്തിലുള്ള കുറവ് എവിടെയാണ്? വയനാട്ടിലുമാണ്. അതേപോലെ തന്നെയാണ് ST എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബ്, മറ്റേത് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പൊ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുമ്പോൾ പട്ടിക വർഗമാണ്. പട്ടിക വർഗക്കാരെ ഏറ്റവും കൂടുതൽ വയനാട്ടിലും, ഏറ്റവും കുറവെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലുമാണ്. അപ്പൊ SC ST ഭാഗം അത് ഒരുമിച്ച് പഠിക്കുക. SC കൂടുതൽ പാലക്കാട്, SC കുറവ് വയനാട്ടില്. ST ആവുന്ന സമയത്ത് കൂടുതൽ എവിടെയാണ്? വയനാട്ടിലും. ST ആവുന്ന സമയത്ത് കുറവ് ആലപ്പുഴയിലുമാണ്. ഓരോ സെക്ഷനായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഈ വയനാട് 2 തവണയൊക്കെ ഇതിൽ വയനാട് വരുന്നുണ്ട്. പിന്നെ ആലപ്പുഴ എന്ന് പറയുന്നത് ST പോപ്പുലേഷൻ കുറവാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകരുത്, കൃത്യമായിട്ട് നോക്കി വെച്ച് പഠിക്കുക. പിന്നെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം, ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനം കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയ്ക്കും, ഏറ്റവും ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം എവിടെയാണ്? വയനാട് ജില്ലയ്ക്കാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കേരളവുമായി ബന്ധപ്പെട്ട ഫാക്ടുകളാണ്. അത് ഫാക്ട് ആയിട്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ബുള്ളറ്റ് ആയിട്ട് പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ ഇത്തരത്തിൽ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഡയറക്ഷൻ ഇ ലേണിംഗ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്ഷൻ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്